ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ചാള കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് വൃത്തിയാക്കി നന്നാക്കി എടുത്തിട്ട് നമുക്കൊരു കൂട്ടാൻ വെക്കണം. ഇന്നത്തെ ലഞ്ചിൻ്റെ കൂട്ടാനാണ് ചാള. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ചാള നമുക്ക് നന്നാക്കി എടുക്കാം. ചാള നന്നാക്കാൻ അറിയാത്തവരുണ്ട്. ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് ചാള നന്നാക്കണത് എങ്ങനെയാണെന്ന്. ചെറു ചാള കിട്ടണതാണ്, അതുകൊണ്ട് നമുക്ക് ചെറുതല്ലേ അധികം ഇപ്പം കിട്ടണത് ചാള. ഇങ്ങനെ രണ്ട് ഭാഗം നമ്മളതിൻ്റെ ചെളുക്കെല്ലാം കളഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. എളുപ്പമാണ് ചാള നന്നാക്കാനൊക്കെ. കട്ട് ചെയ്ത് എടുക്കുക, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് നമുക്കൊന്നിങ്ങനെ മുറിച്ച് കൊടുക്കാം. എന്നിട്ട് കണ്ട, അപ്പോൾ അതിൻ്റെ കുടലും ഇതൊക്കെ വൃത്തിയാക്കാൻ പറ്റും. അതോടുകൂടി തന്നെ നമുക്കിങ്ങനെ വൃത്തിയാക്കി എടുക്കാം. നമുക്ക് മുറിക്കിനോടുകൂടി തന്നെ വൃത്തിയാക്കി എടുത്താൽ കഴുകാൻ എളുപ്പമായിരിക്കും. ചെറിയ ഉള്ളിലൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ ചാളകളും നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ചാളയെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട പാത്രത്തിലേക്കാണ് ഞാൻ നന്നാക്കി എടുത്തേക്കുന്നത്. കണ്ട, നമ്മൾ കല്ലുപ്പോ ഏതെങ്കിലും ഉപ്പ് നമ്മളിട്ടിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ലോണം ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി. അപ്പോൾ ബാക്കി ഇനി എന്തെങ്കിലും അതിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നല്ലോണം കുറച്ച് നേരം ഇങ്ങനെ കഴുകി വൃത്തിയാക്കാം. നമ്മൾ മുറിക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് മുറിച്ചെടുത്താൽ ബുദ്ധിമുട്ടില്ല. ഇനി നമ്മൾ ഇതേപോലെ 1-2 പ്രാവശ്യം കൂടി ഇങ്ങനെ കഴുകിയെടുത്താൽ മതി. കണ്ട, നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇനി നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി. ഇനി ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് കഴുകാറുണ്ട്. എല്ലാ മീനും പിന്നെ ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഞാൻ ഉപ്പ് ഇട്ട് കഴുകും. പിന്നെ നല്ല വെള്ളത്തിൽ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കും. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. വേണ്ട, അങ്ങനെ ചാളയെല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. കറി വയ്ക്കാനുള്ള അരപ്പിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം അരച്ചിട്ടാണ് ഞാൻ ഇന്ന് മീൻ കറി വയ്ക്കുന്നത്. ഒരു പിടി നാളികേരം ഇടുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളി ഇടുന്നുണ്ട്. ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണാക്കിയതാണ് ഇതോടുണ്ട്. ഇത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് കറി വയ്ക്കാം. അരപ്പ് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി നല്ലോണം കുതിർത്ത് വെച്ചത് നമുക്കതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് രണ്ട് പച്ചമുളക് കീറി ചെയ്തിട്ട് കൊടുക്കാം.
ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിങ്ങനെ സ്ലൈസാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടിയൊക്കെ നോക്കാം, നമുക്ക് എരിവൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പുളിയും മുളകും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. മീനൊക്കെ ആകുമ്പോൾ ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കണം, മുളക് പൊടിയൊക്കെ മുന്നിട്ട് നിൽക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം അടുപ്പത്ത് വെച്ച് നല്ലോണം തിളയ്ക്കണം, വെട്ടി തിളയ്ക്കണം. അത് എല്ലാം നമുക്ക് നാളികേരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി വെന്തെടുക്കാം. വെന്ത് വരണം. എന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാൻ പറ്റും. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. കുറച്ച് മീനെ ഞാൻ ഇടണുള്ളൂ, കുറച്ച് വറുക്കാനും കൂടി ആക്കി വെക്കണം. ഇനി ആ മീൻ വേവണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് മീൻ നമ്മൾ വറുക്കാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം ഇട്ട് അരച്ചെടുത്തതാണ്. അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് അരച്ചത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ആണ് കുറച്ച് കൂടുതൽ, ചാളയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കാം. ഇത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു ഉപ്പേരി കൂടി വെക്കുന്നുണ്ട്. ഒരു ചെറുകായയാണ് ഇത്. നമുക്കൊന്ന് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കാം. നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ചെറിയ കായാണ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. തോലിങ്ങനെ ചെത്തിയെടുക്കാം. അങ്ങനെ കുറച്ച് നമുക്കെടുക്കാം. ഇത് മുഴുവനും ഞങ്ങൾക്ക് വേണ്ട. ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം, ചെറുതായി അരിഞ്ഞെടുക്കാം. നമ്മളിതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് നമുക്കിതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നമുക്ക് മീനൊന്ന് വറുത്തിടാം. ചെറിയ ഉള്ളിയാണ്. രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഉലുവട്ട് പൊട്ടിച്ചിട്ട് ഉള്ളി ഇട്ടാൽ മതി. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ഇട്ടാൽ മതി കേട്ടോ.
അപ്പോൾ ഞാനത് ഇടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ഉലുവപ്പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് പെട്ടെന്നായില്ലേ മീൻ കറി. നമുക്ക് വേഗം അരപ്പ് എടുത്ത് മീനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ച് കറി വെച്ചു. എല്ലാവരും ഒന്ന് ഈ രീതിക്കൊന്ന് മീൻ കറി ഉണ്ടാക്കി നോക്കും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ ആ കായ നുറുക്കിയത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറുതാക്കി അരിഞ്ഞ കാരണം വേഗം വെന്ത് കിട്ടും. നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് ഓരോ മീനിങ്ങനെ വെച്ച് കൊടുക്കാം. ചെറിയ ചാള ഇങ്ങനെ വറുത്താൽ നല്ല ടേസ്റ്റ്. നമുക്കൊക്കെ മുള്ളൊന്നും കളയേണ്ടി തന്നെ വരില്ല. കുരുമുളകൊക്കെ ഇട്ട് വറുത്താലേ നല്ല ടേസ്റ്റ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് അങ്ങനെ മീനൊക്കെ വറുത്തെടുക്കാം. മീനെല്ലാം മറിച്ചിട്ടു, മീനൊക്കെ ആയിട്ടുണ്ട്. മീനൊക്കെ വറുത്തെടുത്തു. ഇതൊക്കെ നമുക്ക് കോരി മാറ്റാം. കായപ്പേരി ഒന്ന് കാച്ചിയെടുക്കാം. അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കാം. കുറച്ച് മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് കായ ഇട്ട് കൊടുക്കാം. മുളകും ഉള്ളിയൊക്കെ മൂത്തു. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച കായ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കായപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ പക്ഷേ എൻ്റെ രീതിക്കൊന്ന് ഉണ്ടാക്കിയിട്ട് കാണിക്കണമെന്ന് മാത്രം. ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് മെനു ചോറെടുക്കുന്നുണ്ട്. തോരനല്ല, ഉപ്പേരി, കായപ്പേരി കുത്തിക്കച്ചിയത്. ചാള കറി, നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതേപോലെ ചെറിയ ചാളയെ കാരണേ വറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി പപ്പടമുണ്ട്. അതുപോലെ ഇത് എലിശ്ശേരിയാണ്, കുറച്ച് വെച്ചതാണ്, ഇന്നലെ വെച്ചതാണ്, അതുകൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു അച്ചാറും കൂടി എടുക്കാം. നാരങ്ങ അച്ചാറും കൂടി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് മെനു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. നല്ല ടേസ്റ്റാട്ടോ. എല്ലാം കൂട്ടി നമുക്ക് കഴിക്കാം.
ചാളയൊക്കെ നമുക്ക് അങ്ങനെ കടിച്ച് തിന്നാം, നല്ല മുരിച്ചാൽ. കറിയിലുള്ള ചാളയും എല്ലാം കൂടി ഇട്ടിട്ട് പപ്പടം വേണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ.